Dear students, now you can study convolution theorem. Convolution theorem. Okay. Suppose you are given that Laplace transform of f of t equal to f of s and Laplace transform of g of t equal to g of s. You have to find and so that L inverse of f of s equal to f of t and L inverse of g of s equal to g of t. Then you have to find L inverse of f of s into g of s. This is known as the convolution of f of t and convolution of f and g, and it is denoted by f star g of t. This is the convolution of f and g. Okay, convolution of f and g is L inverse of f of s into g of s. We have to find this. And theorem states that convolution theorem states that suppose the Laplace transform of f of t and g of t exist and L of f of t equal to f of s and L of g of t equal to g of s, then the product of their transforms which is denoted by f star g of t and is defined as f star g of t equal to integral 0 to t f u g of t minus u du, or we can say that f star g of t is the Laplace inverse of f of s into g of s, and it is equal to f star g of t equal to integral 0 to t f u g of t minus u du. This is a convolution theorem, and we can find inverses of the product by using convolution theorem. First problem, using convolution theorem, find the inverse of 1 by s square plus 1 the whole square. Okay. അപ്പോൾ നമ്മൾ L inverse of 1 by s square plus 1 the whole square നെ രണ്ട് L inverse of f of s into g of s എന്നുള്ള ഫോമിൽ എഴുതണം. ഈ f of s into g of s എന്ന് പറയുന്ന എഴുതുമ്പോൾ ഈ രണ്ടിൻ്റെയും L inverse നമുക്ക് അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? f of t യും g of t ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. L inverse of f of s into g of s. ആ രീതിയിൽ വേണം നമുക്ക് f of s ഉം g of s ഉം ചൂസ് ചെയ്യാൻ. അപ്പോൾ അത് കോൺവല്യൂഷൻ ഓഫ് f and g of t ആയിരിക്കും. മനസ്സിലായോ?
ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t എഫ് യു ജി ഓഫ് ടി മൈനസ് യു ഡി യു ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും നോക്കൂ. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, ഈക്വൽ ടു എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ എടുക്കാൻ പോവാണ്, 1/s² + 1 എടുക്കാം. ജി ഓഫ് എസോ അതും എനിക്ക് 1/s² + 1 എടുക്കാം. അപ്പം എന്താ വരിക? പിന്നെ എഫ് ഓഫ് ടി എന്താ വരിക? എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ആണല്ലോ. എഫ് ഓഫ് ടി എൽ ഇൻവേഴ്സ് എഫ് ഓഫ് എസ് ആണ്. അതെന്താ വരിക? 1/s² + 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ എൽ ഇൻവേഴ്സ് ഓഫ് 1/s² + 1 വരും അല്ലേ? എൽ ഇൻവേഴ്സ് ഓഫ് 1/s² + 1 എന്താ വരിക? സൈൻ എ ടി വരും അല്ലേ? അപ്പം സൈൻ എ ടി ബൈ എ വരിക. സൈൻ എ ടി എ എന്താ അവിടെ? s² + a² സൈൻ എ ടി 1t എന്ന് വരും, ബൈ 1 എന്ന് വരും. അപ്പം സൈൻ ടി എന്ന് വരും. അതേപോലെ ജി ഓഫ് ടി എന്താ വരിക? ജി ഓഫ് ടിയും എൽ ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എസ് ആയിരിക്കും. അപ്പം എന്താ വരിക? എൽ ഇൻവേഴ്സ് ഓഫ് 1/s² + 1 ആണ്. അപ്പോഴും അത് സൈൻ ടി എന്നാണ് വരിക. അപ്പം എന്താ വരിക? ഇൻ്റഗ്രൽ 0 to t സൈൻ എഫ് യു, എഫ് ടി ആണ് സൈൻ ടി. അപ്പം എഫ് യു എന്താണ്? സൈൻ യു. ജി ഓഫ് ടി ആണ് സൈൻ ടി. അപ്പം ജി ഓഫ് ടി മൈനസ് യു എന്താണ്? സൈൻ ടി മൈനസ് യു ഡി യു ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എ സൈൻ ബി. സൈൻ എ സൈൻ ബി 2 സൈൻ എ സൈൻ ബി എഴുതാം. 2 സൈൻ എ സൈൻ ബി എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു അതായത് കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി ആണ് 2 സൈൻ എ സൈൻ ബി. അപ്പോൾ നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to t 2 സൈൻ യു സൈൻ ടി മൈനസ് യു ഡി യു ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. അപ്പോൾ അത് 1/2 ഇൻറ്റു എന്ന് എഴുതാം അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to t 2 സൈൻ എ സൈൻ ബി എന്താണ് ഞാൻ പറഞ്ഞു? എന്താ? കോസ് എ മൈനസ് ബി, കോസ് എ മൈനസ് ബി. അപ്പം എന്താ വരിക? 2u മൈനസ് ടി, കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. കോസ് എ പ്ലസ് ബി എന്താ വരിക? സൈൻ ടി. ഓക്കെ, അത് ഡി യു, അതിൻ്റെ ഡി യു ആണ് അല്ലേ? 2 സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞതൊക്കെ അറിഞ്ഞിരിക്കണം. 2 സൈൻ എ സൈൻ ബി എന്ന് വെച്ചാൽ കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി ഡി യു എന്ന് വരും. അപ്പോൾ അങ്ങനെ വരും. ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1/2 ഇൻറ്റു കോസിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? സൈൻ 2u മൈനസ് ടി ഡിവൈഡഡ് ബൈ 2 വരും അല്ലേ? മൈനസ് സൈൻ്റെ കോസ് ടിയുടെ പിന്നെ ഇൻ്റഗ്രൽ കോസ് ടി ഡി യു എന്താണ്? കോസ് ടി കോൺസ്റ്റൻ്റ് ആണല്ലോ. പിന്നെ ഇൻ്റഗ്രൽ ഡി യു വരുമ്പോൾ യു സൈൻ ടി എന്ന് വരും, യു കോസ് ടി എന്ന് വരും. കാരണം കോസ് ടി ഇസ് എ കോൺസ്റ്റൻറ്റ് ഫ്രം 0 to t വരും അല്ലേ? അപ്പം എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് പിന്നെ സൈൻ ടി ഹാഫ് ഓഫ് സൈൻ ടി. ഇനി 0 to t ഇത് കൊടുക്കുകയും ചെയ്യാം. യുവിന് ടി കൊടുക്കുകയും ചെയ്യാം. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അതായത് 1/2 ഇൻറ്റു സൈൻ 2t മൈനസ് ടി മൈനസ് ടി കോസ് ടി മൈനസ് ഓഫ് ഹാഫ് എന്ത് വരും? സൈൻ മൈനസ് ടി 0 മൈനസ് ടി അല്ലേ? മൈനസ് 0 എന്ന് വരും അല്ലേ? അങ്ങനെ വരും. അപ്പോൾ എന്നിട്ടത് സിംപ്ലിഫൈ ചെയ്യാം. പിന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക എന്ന് വെച്ചാൽ സൈൻ ടി മൈനസ് ടി 1/2 ഇൻറ്റു സൈൻ ടി മൈനസ് ടി എന്താ വരിക? സൈൻ ടി എന്ന് വരും. 1/2 ഇൻറ്റു ഇവിടെ സൈൻ ടി വരും, ഇവിടെ സൈൻ മൈനസ് ടി മൈനസ് സൈൻ തീറ്റ എന്താ വരിക? സൈൻ മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. ഇവിടെ സൈൻ ടി വരും. 2 സൈൻ ടി വന്നു, 1 സൈൻ ടി അല്ലേ?
ഹാഫ് പ്ലസ് ഹാഫ് 1 വരും. അപ്പോൾ സൈൻ ടി തന്നെ വരും. സൈൻ ടി പിന്നെ എന്താ വരിക ടി കോസ് ടി എന്ന് വരും. മൈനസ് ടി കോസ് ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ. നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഇത്. ഫൈൻഡ് ഇതിൻ്റെ കോൺവല്യൂഷൻ തിയറം വെച്ചിട്ട് ഇതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. എസ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കണ്ടുപിടിക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ എഴുതണം. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? ആദ്യം തന്നെ എഫ് ഓഫ് എസ് എഴുതാം. എഫ് ഓഫ് എസ് എങ്ങനെ എടുക്കാം? നമുക്ക് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നും ജി ഓഫ് എസ് എന്ന് പറയുന്നത് എങ്ങനെ എടുക്കാം നിങ്ങൾ? ജി ഓഫ് എസ് എന്ന് പറയുന്നത് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് എടുക്കുക. അപ്പോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എൽ ഇൻവേഴ്സ് എഫ് ഓഫ് എസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എൽ ഇൻവേഴ്സ് എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വരും. എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നത് കോസ് എ ടി ആണ്. ആൻഡ് ജി ഓഫ് ടി എന്ന് പറയുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എസ് വരും. എൽ ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? കോസ് ബി ടി എന്ന് വരും. അപ്പോൾ നമുക്ക് കോൺവല്യൂഷൻ തിയറം നമുക്ക് എന്ത് പറയാം? കോൺവല്യൂഷൻ തിയറം എൽ ഇൻവേഴ്സ് ഓഫ് എന്ത് വേണം നമുക്ക്? എസ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു എന്താണ്? ഈക്വൽ ടു പിന്നെന്താണ്? എഫ് സ്റ്റാർ ജി ഓഫ് ടി ആണല്ലോ. എഫ് സ്റ്റാർ ജി ഓഫ് ടി. വാട്ട് ഈസ് എഫ് സ്റ്റാർ ജി ഓഫ് ടി? എഫ് സ്റ്റാർ ജി ഓഫ് ടി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം. എന്തറിയാം? എഫ് സ്റ്റാർ ജി ഓഫ് ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 ടു ടി എഫ് യു ജി ഓഫ് ടി മൈനസ് യു ഡി യു ആണ്. അപ്പോൾ അത് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ടി എഫ് യു എന്താണ്? കോസ് എ യു. എഫ് ടി കോസ് ടി അല്ലേ? കോസ് എ ടി ആണ്. അപ്പോൾ കോസ് എ യു ജി ഓഫ് ടി എന്ന് പറയുന്നത് കോസ് ബി ടി ആണ്. അപ്പോൾ ജി ഓഫ് ടി മൈനസ് യു എന്ന് വെച്ചാൽ എന്താണ്? കോസ് ബി ഇൻറ്റു ടി മൈനസ് യു ഡി യു എന്ന് വരും. കോസ് എ കോസ് ബി എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ഇൻ്റഗ്രൽ 0 ടു ടി ഹാഫ് ഇൻറ്റു 2 കോസ് എ യു കോസ് അല്ലേ ബി ഇൻറ്റു ടി മൈനസ് യു ഡി യു. എന്തിനാ അങ്ങനെ ആക്കുന്നത്? നമ്മൾ 2 കോസ് എ കോസ് ബി നമുക്കറിയാം. 2 കോസ് എ കോസ് ബി എന്ന് വെച്ചാൽ എന്താണ്? കോസ് എ മൈനസ് ബി അല്ലേ? കോസ് എ മൈനസ് ബി പ്ലസ് കോസ് എ പ്ലസ് ബി ആണ് അല്ലേ? അപ്പോൾ അത് നമ്മൾ ചെയ്യാം. 2 കോസ് എ കോസ് ബിയുടെ ഫോർമുല കോസ് എ മൈനസ് ബി പ്ലസ് കോസ് എ പ്ലസ് ബി ചെയ്യാം. അപ്പം എന്താ വരിക? അല്ല, കോസ് എ മൈനസ് ബി 2 അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഫോർമുല എന്താണ്? കോസ് എഴുതി വെച്ചോളൂ. കോസ് എ പ്ലസ് ബി ഈക്വൽ ടു കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. കോസ് എ മൈനസ് ബി ഈക്വൽ ടു കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. ഇപ്പം നമുക്ക് ആവശ്യം എന്താണ്? നമുക്ക് 2 കോസ് എ കോസ് ബി വേണം. 2 കോസ് എ കോസ് ബി വേണം വെച്ചാൽ എന്ത് വേണം? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി വരണം അല്ലേ? അപ്പോഴാണ് നമുക്ക് എന്ത് വരിക? കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി ചെയ്യാം. അപ്പോൾ എന്താ വരിക? നമുക്ക് നോക്കാം. കോസ് എ യു പ്ലസ് ബി ടി മൈനസ് ബി യു അല്ലേ? അങ്ങനെ വരും നമുക്ക് ആദ്യം തന്നെ. അതായത് ദാറ്റ് ഇസ് ഈക്വൽ ടു കോസ് എ യു മൈനസ് ബി യു. അപ്പം എന്താണ്? എ മൈനസ് ബി ഇൻറ്റു യു പ്ലസ് ബി ടി കോസ് എ പ്ലസ് ബി പ്ലസ് പിന്നെ കോസ് എ മൈനസ് ബി ചെയ്യാം. അപ്പം എന്താ വരിക? എ പ്ലസ് ബി ഇൻറ്റു യു അല്ലേ? കോസ് എ പ്ലസ് ബി ഇൻറ്റു യു പിന്നെന്താ വരിക? എ പ്ലസ് ബി ഇൻറ്റു യു മൈനസ് ബി ടി എന്ന് വരും അല്ലേ? കോസ് എ മൈനസ് ബി എ യു മൈനസ് ബി ടി മൈനസ് ഓഫ് മൈനസ് ബി യു അപ്പോൾ പ്ലസ് ബി യു അങ്ങനെയാണ് അങ്ങനെ വന്നത്. എ പ്ലസ് ബി ഇൻറ്റു യു മൈനസ് ബി ടി എന്ന് വരും.
അല്ലേ? അങ്ങനെ വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓഫ് ഡി യു. ഇനി ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. 1/2 ഇൻറ്റു എന്താ വരിക? കോസ് എ മൈനസ് ബി ഇൻറ്റു യു പ്ലസ് ബി ടി. നമ്മൾ പിന്നെന്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? കോസിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? സൈൻ ആണ്. സൈൻ എ മൈനസ് ബി ഇൻറ്റു യു പ്ലസ് ബി ടി ഡിവൈഡഡ് ബൈ എന്ത് വരും? ഡിവൈഡഡ് ബൈ എ മൈനസ് ബി എന്ന് വരും. പ്ലസ് അടുത്തത് സൈൻ എ പ്ലസ് ബി ഇൻറ്റു യു മൈനസ് ബി ടി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എന്ന് വരും. ഓക്കെ, ആൻഡ് ലിമിറ്റ്സ് ആർ ഫ്രം 0 to t. Limits are from 0 to t. അപ്പോൾ എന്താ വരിക? 0 യുവിന് ടി കൊടുക്കുക. അപ്പോൾ എന്താ എന്നിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് എന്താ വരിക? പിന്നെ എ മൈനസ് ബി ഇൻറ്റു ടി വരും അല്ലേ? എ മൈനസ് ബി ഇൻറ്റു ടി പ്ലസ് ബി ടി എന്ന് വരും ആദ്യത്തെ. അപ്പോൾ എന്ത് വരും? സൈൻ എ ടി എന്ന് വരും. സൈൻ എ ടി. അടുത്ത സൈൻ എ ടി പിന്നെ മൈനസ് സൈൻ ബി ടി ബൈ എ മൈനസ് ബി എന്ന് വരും. അപ്പോൾ ഞാൻ അത് എഴുതാം. സൈൻ എ ടി മൈനസ് സൈൻ ബി ടി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി പ്ലസ് സൈൻ എ ടി പ്ലസ് എന്നുവെച്ചാൽ ആദ്യം ടി കൊടുക്കുക പിന്നെ 0 കൊടുക്കുക. 0 കൊടുക്കുമ്പോൾ അല്ലേ നോക്കൂ, എ മൈനസ് ബി ഇൻറ്റു 0 പ്ലസ് ബി ടി, അങ്ങനെയാണ് മൈനസ് സൈൻ ബി ടി വരുന്നത്. ആ 0 കൊടുക്കുമ്പോൾ വരുന്നതാണ് സൈൻ ബി ടി എന്ന് പറയുന്നത്. അതുപോലെ സൈൻ എ ടി പ്ലസ് സൈൻ ബി ടി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എ, ഇത് സിംപ്ലിഫൈ എ പ്ലസ് ബി ഇൻറ്റു ഇത് പ്ലസ് എ മൈനസ് ബി ഇൻറ്റു ദിസ് വൺ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് വരും. അപ്പോൾ നമുക്ക് എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും? എ സൈൻ എ ടി മൈനസ് ബി സൈൻ ബി ടി ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് പിന്നെ കോൺവല്യൂഷൻ തിയറം വെച്ചുള്ള പ്രോബ്ലംസ്. ഞാൻ കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇൻ്റഗ്രൽ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാൻ നമുക്ക് ഈ കോൺവല്യൂഷൻ തിയറം വെച്ചിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുണ്ടെന്ന് വിചാരിക്കാം. ഇങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലംസ് സോൾവ് ദി integral equation y of t equal to t plus integral 0 to t y of u sin t minus u du. ഇത് സോൾവ് ചെയ്യണം, ഇന്റഗ്രൽ ഇക്വേഷൻ സോൾവ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തന്ന ഇതെടുത്ത് എഴുതുക. y of t equal to t plus integral 0 to t yu sin t minus u du. sin എന്നാണ് കേട്ടോ, sin t minus u du നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിനെ this equation can be written as നോക്കൂ, t plus integral 0 to t f of t into g of t minus u du നെ നമ്മൾ എങ്ങനെയാണ് എഴുതുക? f star g of t എന്നാണ് എഴുതുക. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം y star sin of t എന്ന് എഴുതാം. ഓക്കെ അല്ലേ? നമുക്ക് കോൺവല്യൂഷൻ വെച്ചിട്ട് ഇതിനെ എങ്ങനെ എഴുതി? ഞാൻ ഇന്റഗ്രൽ 0 to t yu sin of t minus u du നെ y star sin of t എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ let y of s equal to Laplace transform of y of t എന്ന് എടുക്കാം. y of s is equal to Laplace transform of y of t. എന്നിട്ട് പിന്നെ കോൺവല്യൂഷൻ തിയറം അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് y of s equal to Laplace transform of y of t equal to Laplace transform of y of t എന്താണ്? t plus
y star sin of t. y star sin of t എന്ന് എഴുതാം അല്ലേ. നമുക്ക് ഇവിടെ നമുക്ക് അതല്ലേ കിട്ടിയിരിക്കുന്നത്. y of t എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതിയിരിക്കുന്നത് t പ്ലസ് y star sin of t എന്ന് എഴുതാം. അതായത് കോൺവല്യൂഷൻ വെച്ചിട്ട് നമ്മൾ അങ്ങനെ എഴുതിയത് y of s നെ. അപ്പം അത് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് t പ്ലസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് അല്ലേ. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് രണ്ടെണ്ണത്തിൻ്റെ ട്രാൻസ്ഫോം കാണണം. അഡീഷൻ സമ്മിൻ്റെ ട്രാൻസ്ഫോം കാണണം. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് t പ്ലസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് y സ്റ്റാർ സൈൻ ഓഫ് t ചെയ്യാം. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് y സ്റ്റാർ സൈൻ ഓഫ് t. വാട്ട് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് t എന്ന് പറയുന്നത് എന്താണ്? 1/s² ആണ്. പ്ലസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് y സ്റ്റാർ സൈൻ ഓഫ് t, അതായത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോൺവല്യൂഷൻ y ഓഫ് t ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ഓഫ് t. ഓക്കെ, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് y ഓഫ് t ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ഓഫ് t. ദാറ്റ് ഈസ് 1/s² പ്ലസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് y ഓഫ് t നമുക്ക് y ഓഫ് s ആണെന്ന് തന്നിട്ടുണ്ട്. ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ഓഫ് t എന്താണ്? 1/s² പ്ലസ് 1 വന്നു. അപ്പം നമുക്ക് എന്താ വരിക? ഇനി y ഓഫ് s ഇവിടെ ഉണ്ട്, ഇപ്പുറത്തുണ്ട്. അപ്പം നമുക്ക് എന്താ എഴുതാം? 1 മൈനസ് 1/s² പ്ലസ് 1 ഇൻറ്റു y ഓഫ് s ഈക്വൽ ടു എന്താണ് വരിക ഇവിടെ? 1/s² എന്ന് വരും. മനസ്സിലായോ? y ഓഫ് s ഇൻറ്റു ആണ്. അപ്പോൾ എന്താണ്? y ഓഫ് s ഇൻറ്റു 1 മൈനസ് 1/s² പ്ലസ് 1 ഈക്വൽ ടു 1/s² എന്ന് വന്നു. അതും ഉണ്ട്. നമുക്ക് എന്ത് എഴുതാം? y ഓഫ് s എന്ത് വരും? therefore y ഓഫ് s ഈക്വൽ ടു ഇവിടെ ഇത് വേണമെങ്കിൽ നമുക്ക് ഇതാവാം. ദാറ്റ് ഈസ് ഈക്വൽ ടു s² പ്ലസ് 1 മൈനസ് 1/s² പ്ലസ് 1 വരും അല്ലേ. അതായത് അപ്പോൾ എന്ത് വരിക? s²/s² പ്ലസ് 1 ഇൻറ്റു y ഓഫ് s ആണ് വരിക. ഈക്വൽ ടു 1/s² എന്ന് വരും. അപ്പോൾ എന്ത് വരും? y ഓഫ് s ഇസ് ഈക്വൽ തന്നെ s² പ്ലസ് 1 ഡിവൈഡഡ് ബൈ s⁴ എന്ന് വരും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ദാറ്റ് ഈസ് അപ്പം നമുക്ക് എന്താ കിട്ടിയത്? പിന്നെ y ഓഫ് t എന്താണ്? y ഓഫ് s എന്താന്ന് കിട്ടി. ഇനി y ഓഫ് t എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം y ഓഫ് t എന്താണ്? ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് y ഓഫ് s ആണ്. y ഓഫ് t എന്ന് പറയുന്നത് L ഇൻവേഴ്സ് ഓഫ് y ഓഫ് s. ദാറ്റ് ഈസ് ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് s² പ്ലസ് 1 ഡിവൈഡഡ് ബൈ s⁴ എന്ന് വരും അല്ലേ. നമുക്ക് y ഓഫ് t അല്ലേ സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? സോൾവ് ദി ഇന്റഗ്രൽ ഇക്വേഷൻ എന്നൊരു ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. സോൾവ് ചെയ്യാന്ന് വെച്ചാൽ എന്താ അർത്ഥം? y ഓഫ് t കണ്ടുപിടിക്കുക തന്നെയാണ് വേണ്ടത് നമുക്ക് അല്ലേ. അപ്പം നമുക്ക് y ഓഫ് t കണ്ടുപിടിക്കാനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് നമ്മൾ. അപ്പം L ഇൻവേഴ്സ് ഓഫ് ഇങ്ങനെ വന്നു. അപ്പം L ഇൻവേഴ്സ് ഓഫ് ഇതാന്ന് വെച്ചാൽ എന്ത് വരും? L ഇൻവേഴ്സ് ഓഫ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. s²/s⁴ പ്ലസ് L ഇൻവേഴ്സ് ഓഫ് 1/s⁴ എന്ന് വരും. that is L inverse of 1/s² പ്ലസ് L inverse of 1/s⁴ എന്ന് വരും. അപ്പം എന്താ വരിക? L inverse of 1/s² എന്താണ്? t⁻2 - 1 അല്ലേ 1 ഫാക്ടോറിയൽ വരും. അപ്പം t വരും. അടുത്ത് t⁻4 - 1 ദാറ്റ് ഈസ് t³ 3 ഫാക്ടോറിയൽ എന്ന് വരും. അതായത് t പ്ലസ് t³ ഡിവൈഡ് ബൈ 6 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻ്റഗ്രൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രൽ ഇക്വേഷൻ സോൾവ് ചെയ്യാമെന്ന് നിങ്ങൾ എപ്പോഴും ആലോചിക്കുക. ഇൻ്റഗ്രൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് y ഓഫ് t എന്ന് ഈക്വൽ ടു t പ്ലസ് ഇൻ്റഗ്രൽ 0 to t g ഓഫ് t സൈൻ t - u du അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ എന്താ അർത്ഥം? y ഓഫ് t കണ്ടുപിടിക്കുക എന്നാണ് അർത്ഥം. അപ്പം അതിൽ കോൺവല്യൂഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കുക, ലീനിയാരിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കുക, എന്നിട്ട് ഫൈൻഡ് y ഓഫ് t. ഓക്കെ, അപ്പം ശരി, ഇത്രയും നോക്കുക കേട്ടോ.